ഭാര്യ മരിച്ചു പോയൊരു ചേട്ടനോട് പറയണം, അച്ഛാ വൈകുന്നേരം ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, വല്ലാത്തൊരു സങ്കടമാണ്, വല്ലാത്തൊരു ഒറ്റപ്പെടലാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ പണിയെടുക്കുന്നത് പോലും തോന്നിപ്പോവുകയാണ്. ഇത് പറഞ്ഞിട്ട് ആ ചേട്ടൻ വിങ്ങിപ്പൊട്ടുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ഒരുപാട് ആശ്വാസം നൽകുന്ന ഒരു വചനഭാഗമാണ്. ലോകത്തിന്റെ ഭാഷയിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തൊരു പൊട്ടത്തരമാണ്, ഒരു ലോജിക്കും ഇല്ലാത്തൊരു പ്രതി. കാരണം 99 ആടിനെ വിട്ടിട്ട് ഒരാളുടെ പുറകെ പോകുന്നൊരു ഇടയൻ. പക്ഷെ നിങ്ങൾ ഈ ഒരാടിന്റെ കാര്യം ചിന്തിച്ചു നോക്കി, അവൻ ഒറ്റയ്ക്കായിരുന്നു. ബാക്കി 99നും കൂടെ ആളുകളുണ്ടായിരുന്നു, കൂട്ടുകൂടാൻ ആളുകളുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരാടിന്റെ ചിത്രം നിങ്ങൾ മനസ്സിലൊന്ന് ചിന്തിച്ചു നോക്കി. ഏതോ ഒരു കാട്ടില് ഒറ്റപ്പെട്ട് മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഭയന്ന് വിറച്ച് ഇങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരാട്, അതിനെ തേടിയാണ് ആ ഇടയൻ വന്നത്. ഒറ്റപ്പെട്ടു പോയതിന്റെ വേദന നന്നായിട്ട് അറിയാവുന്നവനായിരുന്നു ഈശോ. കാരണം രക്തം വിയർത്തവൻ പ്രാർത്ഥിച്ചപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് ശിഷ്യന്മാരോട്, കുറച്ചു നേരമെങ്കിലും എൻ്റെ കൂടെ ഇരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത്. പിന്നീട് പടയാളികളൊക്കെ വന്നു കഴിയുമ്പോൾ ഈ 3 വർഷം കൂടെ ചേർത്ത് നിർത്തി ചങ്കുകളായ ഈ ശിഷ്യന്മാർ എല്ലാവരും ഓടി ഒളിക്കുകയാണ്. അവിടെയും അവൻ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കും. അവസാനം കുരിശിൽ കിടന്നുകൊണ്ട് തന്റെ പ്രാണനായ പിതാവിനെ നോക്കിക്കിട്ടവൻ പറയുന്നുണ്ട്, നീ പോലും എന്നെ ഉപേക്ഷിച്ചോ എന്ന്. അവിടെയും ഒറ്റപ്പെടലിന്റെ വേദന നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഈ ഒറ്റപ്പെട്ടു പോയ ഈ ഒരു ആടിനെ തേടി ആ ഇടയൻ ഇറങ്ങി തിരിച്ചത്. നിന്റെ ജീവിതത്തിൽ നീ ഒറ്റപ്പെട്ടു പോകുമ്പോൾ അതുകൊണ്ട് വിഷമിക്കണ്ട. ഒറ്റപ്പെടലിന്റെ വേദന അറിയുന്ന ഒരു തമ്പുരാൻ നിന്റെ കൂടെ ഉണ്ട്, നിന്നെ തേടി വരുന്നുണ്ട്, നിന്റെ ഒപ്പമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ആശ്വാസം. ഈ 99 ആടിന്റെയും കഥ പറഞ്ഞു വെച്ചിട്ട് അവനൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഈ ചെറിയവരിൽ ആരെ നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്നുള്ളത്. ആരെയും അവഗണിക്കാതിരിക്കാം, ഒറ്റപ്പെടുത്താതിരിക്കാം, ചേർത്ത് പിടിക്കാൻ സാധിക്കട്ടെ. ഒറ്റപ്പെട്ടു പോകുന്നതിന് താങ്ങായിട്ട്, തണലായിട്ട്, അവനെ തേടിയെത്തുന്ന ഒരു ഇടയനായിട്ട് നീയും മാറണമെന്നുള്ളത്.